രക്ഷാദൌത്യങ്ങൾ പാളിയെന്ന വിമർശനത്തെ മത്സ്യത്തൊഴിലാളികളെ അനുനയിപ്പിക്കാൻ നേരിട്ടിറങ്ങി മുഖ്യമന്ത്രി. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കാണാതായ ജോണിന്റെ മകൾ ജിജിയെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ജോണിനെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്തെന്ന് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി വിളിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ജോണിന്റെ മകൾ പറഞ്ഞു. എന്നാൽ ആശ്വസിപ്പിച്ച ശേഷം ആവശ്യങ്ങൾ കേൾക്കാതെ മുഖ്യമന്ത്രി ഫോൺ കട്ട് ചെയ്തതിൽ നിരാശയുണ്ടെന്നും ജിജി പറഞ്ഞു. 8ാം ദിവസമാണെങ്കിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി അദ്ദേഹം നമ്മളെ വിളിച്ച് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് ഇതിനു വേണ്ടിയിട്ട് കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു എന്നാണ്. 8 ദിവസം കഴിഞ്ഞിട്ട് 3 പേരെ കണ്ടെത്താനായില്ലെന്ന് പറയുന്നത് തന്നെ അതിന്റെ ഒരു വീഴ്ച തന്നെയല്ലേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് സമയപരിമിതി മൂലം അദ്ദേഹം തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ് ഉണ്ടായത്. മന്ത്രി ഷിബു ബേബി ജോൺ കാണാതായ ജോണിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. തെരച്ചിൽ തൃപ്തിയല്ലെന്ന് ഭാര്യ പറഞ്ഞു. പിതാവിന് വേണ്ടി സർക്കാരിനെ വിമർശിച്ചപ്പോൾ സഹോദരിയെ രാഷ്ട്രീയവൽക്കരിച്ച് ആക്രമിച്ചെന്ന് ജോണിന്റെ മകൻ ജിനിൻ ജോണും പ്രതികരിച്ചു. അയാള് കടലിൽ പോയിട്ട് ഇന്നേക്ക് 8 ദിവസമായി. ഈ 8 ദിവസം കൊണ്ട് അയാളെ തിരക്കേണ്ട രീതിയിൽ ഇതുവരെ തിരക്കിയിട്ടില്ല. നീ തൃപ്തികരമല്ല. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പുകൊടുത്ത മന്ത്രി CP ജോൺ. തിരച്ചിലിൽ 10 മത്സ്യത്തൊഴിലാളികളെയും ഉൾപ്പെടുത്തും. മത്സ്യത്തൊഴിലാളി പ്രതിനിധികളും ഷിജിന്റെ കുടുംബവുമായും നടത്തിയ ചർച്ചയിലാണ് മന്ത്രിയുടെ ഉറപ്പ്. 10 പേരെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾ പറയുന്നതനുസരിച്ച് സെലക്ട് ചെയ്ത് തരുമ്പോൾ അവരെ കൂടി ഈ തെരച്ചിലിൽ നിങ്ങളുടെ പ്രതിനിധികളെന്ന നിലയിലും മറ്റേത് തെരച്ചിൽക്കാരെക്കാളും മിടുക്കന്മാരെന്ന നിലയിലും അവരെ താൽക്കാലികമായി കളക്ടറേറ്റിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാക്കി മാറ്റും. അല്ലാതെ അവരെ കേവലമായിട്ട് അന്വേഷിക്കാൻ മാത്രം വിടുകയല്ല. അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷ നിലനിൽക്കുന്നത് കൊണ്ട് എന്നും ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എങ്കിലും ഒരു നൂലാമലയുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. വിവരങ്ങളുമായി നമ്മോടൊപ്പം സനിസ കൂടി ചെയ്യുന്നുണ്ട്. സനിസ, ഈ കാണാതായവരുടെ കുടുംബത്തിന്റെ കരച്ചിലുകളാണ് നമ്മൾ ഇന്ന് കണ്ടത് മുഴുവൻ. ഈ ജോണിന്റെ മകളുടെ പ്രതികരണത്തിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. അവൾ വളരെ ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രി ഫോൺ വിളിച്ച് സംസാരിച്ചതിൽ അവർ ആശ്വാസം പറയുന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടെ ആവശ്യം കൃത്യമായി കേൾക്കാത്തതിൽ അവരൊരു നീരസം കൂടി പ്രകടിപ്പിക്കുന്നില്ലേ? അഞ്ജലി, ഇവിടെ ജോണിന്റെ മകൾ ജിജി കൃത്യമായി തന്നെ പറയുന്നുണ്ട് 8ാം നാളായിട്ടും ജോണിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. ഇവിടെ ഒരു കൃത്യമായ SOP ഇല്ല. അവർക്ക് വേണ്ടത് ഇത്തരം ആശ്വാസ വാക്കുകളല്ല, കൃത്യമായ ഒരു SOPയോടെ ശാശ്വതമായി ഇത്രയും കാലം മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. തന്റെ പിതാവായിട്ടുള്ള ജോണിന് വേണ്ടി മാത്രമല്ല, ഓരോ മത്സ്യത്തൊഴിലാളിക്കും വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് ജിജി വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായ SOP വേണം, അല്ലാതെ ആശ്വാസ വാക്കുകളല്ല. അതിന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം. എന്നാൽ മുഖ്യമന്ത്രി വിളിച്ച് അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷം അവരുടെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അത് സമയപരിമിതി കൊണ്ട് ആയിരിക്കാമെന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നാണ് ജിജി പറയുന്നത്. കൂടാതെ ഇപ്പോൾ മന്ത്രി ഷിബു ബേബി ജോൺ ഇവരുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ തന്നെ ഭാര്യയും വ്യക്തമാക്കിയിട്ടുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് അടിയന്തരമായിട്ട് ജനറൽ SOP അപ്പോഴുമുണ്ട്. അടിയന്തരമായിട്ട് ഒരു സെർച്ച് നടന്നില്ല, തിരച്ചിൽ നടന്നില്ല. 6 മണിക്കൂറോളം ഈ ജോണിന്റെ കൂടെ ഉണ്ടായിരുന്നവർ വെള്ളത്തിൽ നിന്നു. മറ്റ് വള്ളങ്ങൾ വന്ന് അവർ രക്ഷപ്പെട്ടു. അതിനുശേഷവും ജോണിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾ എടുത്തു ഒരു തിരച്ചിൽ നടക്കാൻ. അത് ഊർജിതമായ തിരച്ചിൽ ഇന്നലെയാണ് കളക്ടറെ കണ്ട് ഇവർ പ്രഷർ ചെയ്തതിന് ശേഷമാണ് തുടങ്ങിയത്. ഇത്തരത്തിൽ ഊർജിതമായ ഒരു തിരച്ചിൽ നടന്നില്ല എന്ന് കുടുംബം ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഫിഷറീസ് വകുപ്പിൽ നിന്നും ഇതുവരെ ഫിഷറീസ് മന്ത്രിയിൽ നിന്നും യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. കുടുംബത്തിനെ വിളിച്ചില്ല. ഇപ്പോൾ ഷിബു ബേബി ജോണിനോട് നമ്മൾ ഈ മുഖ്യമന്ത്രി കോൾ കട്ട് ചെയ്തതിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുടുംബത്തിനെ കാണാനും ആശ്വസിപ്പിക്കാനും വേണ്ടി വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ തന്നെ നാളെ നടക്കുന്ന ഓൺലൈൻ മീറ്റിംഗിൽ ഈ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ കേട്ടതൊക്കെ അഡ്രസ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ രാമേശ്വരം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതും നടപ്പിലാക്കും. എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജോണിനെ കണ്ടെത്തും വരെ തിരച്ചിൽ നടത്തുമെന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. കൂടാതെ തന്നെ ജിജിക്കെതിരെ വ്യാപകമായിട്ട് സൈബർ ആക്രമണമുണ്ട്. അതും കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ജിജി മുഖ്യമന്ത്രിയെ വിമർശിച്ചിരുന്നു. കാരണം
മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ തീരദേശ മേഖലയിൽ താമസിക്കുന്നവർ അവരെ കുറിച്ചൊരു പരാമർശമുണ്ടായി. അത് ഇവരെ ഏറെ വിഷമിപ്പിച്ചു. ഈ വിഷമഘട്ടത്തിൽ ഏറെ വിഷമിപ്പിച്ചു. അതിനെതിരെ ജിജി രംഗത്ത് വന്നിരുന്നു. ജോണിന്റെ മകൾ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിടുന്നത്. അതിൽ ഇത്തരം ഹാൻഡിലുകളെ തള്ളുകയാണ് മന്ത്രി ഷിബു ബേബി ജോൺ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ ഒരു വിഷമഘട്ടത്തിൽ ഇവരെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല. കൂടാതെ മന്ത്രി വന്ന സമയത്ത് തന്റെ സഹോദരിയെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിച്ച് ആക്രമിച്ചു എന്ന കാര്യം ജിജിൻ ജോണും കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഊർജിതമായ ഒരു തിരച്ചിൽ, ജോണിനെ കണ്ടെത്തും വരെ തിരച്ചിൽ ഊർജിതമായിരിക്കുമെന്നൊരു ഉറപ്പ് നൽകി രാമേശ്വരം തൂത്തുക്കുടിയൊക്കെ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനുള്ള നിർദ്ദേശം കളക്ടർക്ക് നൽകും. കൂടാതെ ഈ ഒരു വിഷയത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടിയന്തരമായിട്ട് തിരച്ചിൽ നടത്താൻ കഴിയാത്ത, ഇവരോട് ഒരു അനുകമ്പയും ഇല്ലാതെ പെരുമാറിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ഇതൊന്നും വെച്ച് പൊറുപ്പിക്കില്ല, ആരെയും വെള്ളപൂശില്ല. വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുകയാണ്. ഇവിടെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, തിരച്ചിലിന് വൈകിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ശരി സനീസ്, എന്തായാലും മന്ത്രി നൽകിയ ഉറപ്പിന്മേൽ വലിയൊരു പ്രതീക്ഷ വെക്കുകയാണ് കുടുംബം. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു സനിസ.